ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി തേങ്ങാ ചമ്മന്തിയാണ്. അമ്മിയിലൊക്കെ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി തേങ്ങാ ചമ്മന്തിയാണ്. എല്ലാവരും വീട്ടിലൊക്കെ ചോറിന് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കുന്നത് ചമ്മന്തിയൊക്കെയാണ്. അപ്പോൾ ഈ വിധത്തിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇനി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചമ്മന്തി ഉണ്ടാക്കുവാനായി ഞാൻ കാന്താരി മുളകാണ് എടുക്കുന്നത്. വീട്ടിൽ കാന്താരി മുളക് ഉള്ളത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. പച്ചമുളകായാലും മതി. ഒരു 8-10 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത്, 2 അല്ലി കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി. ആദ്യമായി തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. നമ്മുടെ മിക്സിയിലൊക്കെ അരച്ചെടുക്കുന്നതിനേക്കാൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അമ്മിയിലൊക്കെ അരച്ചെടുത്താൽ. നിങ്ങൾക്ക് ഇതുപോലുള്ള അഭിപ്രായങ്ങളുണ്ടോ? അമ്മിയിലാണോ മിക്സിയിലാണോ ഏറ്റവും നല്ലത് അരച്ചെടുക്കാൻ നമുക്ക് ഏറ്റവും ടേസ്റ്റിയായി തോന്നുന്നത്? നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. വീട്ടിലുള്ള ഏത് മുളകായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് അരച്ചെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അതുകൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. അത് ഞാനിവിടെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. കൂടുതൽ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി അരച്ചെടുക്കേണ്ടതില്ല കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 അല്ലി കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതും കൂടി ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടാൻ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.